കുട്ടികളെ, കേരള യൂണിവേഴ്സിറ്റി ബികോം 1ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഇമ്പോർട്ടൻ്റ് എസ്സേ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ്, explain different methods of pricing used for different types of products. Pricing, different methods of pricing ആണ് ഇവിടെ എഴുതാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു എസ്സേ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പ്രൈസിങ് എന്ന് എഴുതുക. എന്താണ് പ്രൈസിങ്, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ് അത് എഴുതുക. അതിനുശേഷം ദ ഫോളോയിങ് ആർ ദി ടൈപ്സ് ഓഫ് പ്രൈസിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ച പ്രൈസിങ്ങിൻ്റെ വിവിധ തരങ്ങൾ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്രൈസിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അത് നിങ്ങൾ എഴുതുക. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഒന്ന് പറയാം. ഓഡ് ലോട്ട് പ്രൈസിങ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഓഡ് ലോട്ട് പ്രൈസിങ് അത് സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ള പ്രൈസിങ് ആണ് ഓഡ് ലോട്ട് പ്രൈസിങ് എന്ന് പറയുന്നത്. അത് പ്രൈസ് എൻഡ് ചെയ്യുന്നത് ഒരു ഓഡ് നമ്പറിലായിരിക്കും. അതിനെ ചാം പ്രൈസിങ് എന്ന് പറയാറുണ്ട്. ചാം പ്രൈസിങ്. പിന്നീട് വരുന്നത് സൈക്കോളജിക്കൽ പ്രൈസിങ് ആണ്. പ്രൈസ് ക്വാളിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്റർ ആണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അതായത് പ്രൈസ് കൂടുന്തോറും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടും, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യുന്ന പ്രൈസാണ് സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. അത് ഗോൾഡ്, ഡയമണ്ട് ഇതിൻ്റെയൊക്കെ പ്രൈസിങ് ആണ് എക്സാമ്പിൾ. അതൊരു റൗണ്ട് നമ്പറിലായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെയുള്ളത് കസ്റ്റമറി പ്രൈസിങ് ആണ്. കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷൻ അനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പ്രൈസാണ്. അത് സ്വീറ്റ് മാനുഫാക്ചേഴ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ പ്രൈസ്, അതൊക്കെയാണ് കസ്റ്റമറി പ്രൈസിങ് എന്ന്. കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രാക്ടീസ്. അത് ഇറ്റ് ഈസ് ദ വേ ഓഫ് ഫിക്സിങ് ദി പ്രൈസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ദി പ്രൈസ് ഈസ് ഫിക്സ്ഡ് ടു സ്യൂട്ട് ദി ലോക്കൽ കണ്ടീഷൻ. ഇപ്പം നമ്മൾ മൈസൂർ ചെന്ന് കഴിഞ്ഞാൽ മൈസൂർ സ്വീറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്വീറ്റ്സിൻ്റെയൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് കസ്റ്റമറി പ്രൈസിങ് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അടുത്തത് പ്രൈസിങ് അറ്റ് പ്രിവൈലിംഗ് പ്രൈസ് ആണ്. എന്ന് പറഞ്ഞാൽ സിമിലർ പ്രോഡക്ട്സിന് എങ്ങനെയാണോ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ. അപ്പോൾ കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് മെത്തേഡാണ് പ്രൈസിങ് അറ്റ് ദ പ്രിവൈലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിന് പ്രൈസിങ് അറ്റ് ദ മാർക്കറ്റ് പ്രൈസ് എന്നും പറയാറുണ്ട്. പിന്നെയുള്ള വേറൊരു രീതിയാണ് ഡ്യുവൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, ഇപ്പം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സർട്ടൻ പോർഷൻ ചിലപ്പോൾ ഗവൺമെൻറ്റിന് കമ്പൽസറി ആയിട്ട് വിൽക്കണം എന്നുണ്ടാവും. അപ്പോൾ അത് ലോ കോസ്റ്റ് അല്ലെങ്കിൽ ലോ റേറ്റിലായിരിക്കും വിൽക്കുന്നത്. ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ ഹൈ പ്രൈസിൽ വിൽക്കുകയും ചെയ്യും. അതാണ് ഡ്യുവൽ പ്രൈസിങ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് അഡ്മിനിസ്റ്റേർഡ് പ്രൈസിങ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പ്യുവർലി ആ സെല്ലറിൻ്റെ പോളിസി ഡിസിഷൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ അതിനെയാണ് അഡ്മിനിസ്റ്റേർഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി പ്രൈസ് ഫിക്സ്ഡ് ഈസ് അൺആൾട്ടേർഡ് ഫോർ എ കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം. ആൻഡ് പിന്നീട് നെഗോഷിയേറ്റഡ് പ്രൈസിങ് ഉണ്ട്. അത് ഇൻഡസ്ട്രിയൽ സപ്ലയേഴ്സ് ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്. പ്രൈസ് ഫിക്സ് ചെയ്തില്ല, ബാർഗൈനിങ് വഴിയാണ് നെഗോഷിയേറ്റഡ് പ്രൈസിങ്ങിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ എക്സ്പെക്റ്റഡ് പ്രൈസിങ് എന്ന് പറയുന്നൊരു പ്രൈസിങ് ഉണ്ട്. അത് എന്താണ് കസ്റ്റമറുടെ അക്സെപ്റ്റബിൾ പ്രൈസ് എന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം പ്രൈസ് ഫിക്സ് ചെയ്യും. അത് സർവേകളിലൂടെയാണ് സർവേ കണ്ടക്ട് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷമാണ് എക്സ്പെക്റ്റഡ് പ്രൈസിങ് എന്ന് പറയുന്ന ഒരു രീതി അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ സിംബോളിക് പ്രൈസിങ് ഉണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യും. പ്രസ്റ്റീജ്, അത് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് സൈക്കോളജിക്കൽ പ്രൈസിങ്ങുമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ്. പിന്നെ വാസീസ് പ്രൈസിങ് എന്ന് പറയുന്നുണ്ട്. വാസ് ₹100, നൗ ₹89 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഒരു ഫീല് ഉണ്ടാവണം, ഡിസ്കൗണ്ടിനാണ് അവർക്കിത് കിട്ടുന്നതെന്ന്. അതൊരു പ്രൊമോഷണൽ പ്രൈസിങ് ആണ്. പിന്നെ ജിയോഗ്രഫിക്കൽ പ്രൈസിങ് ഉണ്ട്. പിന്നെന്താണ് മാർക്കറ്റ് അപ്പ് പ്രൈസിങ് ഉണ്ട്, പ്രൈസ് ലൈനിങ് ഉണ്ട്, മൊണോപ്പൊളി പ്രൈസിങ്, സീൽഡ് പ്രൈസ്, ബിഡ് പ്രൈസിങ്, ഗോയിങ് റേറ്റ് പ്രൈസിങ്, പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്, പ്രൊമോഷണൽ പ്രൈസിങ്, ഒളിഗോപൊളിസ്റ്റിക് പ്രൈസിങ് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10-20 പോയിന്റ്സോളം ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഒരു 10 മുതൽ 15 വരെയൊക്കെ നിങ്ങൾക്ക് എസ്സേയിൽ എഴുതാവുന്നതാണ്. അടുത്തത് വാട്ട് ആർ ദി ജനറൽ കൺസിഡറേഷൻസ് യൂസ്ഡ് ടു സെർവ് ആസ് ഗൈഡ് ലൈൻസ് ഇൻ പ്രൈസിങ് ഓഫ് പ്രൊഡക്ട്സ്. പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്
അത് പ്രൈസിങ് എന്താണ്, ഇപ്പം ഞാൻ കഴിഞ്ഞ എസ്സേ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് പ്രൈസിങ് എന്നൊക്കെ എഴുതിയിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് അതിനുശേഷം എഴുതുക. നെക്സ്റ്റ് വേരിയബിൾ പ്രപ്പോർഷൻ. എന്താണ് വേരിയബിൾ പ്രപ്പോർഷൻസ്? എക്സ്പ്ലെയിൻ ദി അസംഷൻസ് ആൻഡ് ഇല്ലസ്ട്രേഷൻ ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്താണെന്നും അതിൻ്റെ അസംഷൻസും ഒക്കെ എഴുതാനായിട്ടൊരു ചോദ്യം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ് എന്ന് പറയുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ് ഇറ്റ് ഈസ് എന്താണ് പറയുക, വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രൊഡക്ഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ് എന്ന് പറയുന്നത്. അത് എല്ലാവരും അത് നോക്കി വെച്ചിട്ട് പോവുക, കാരണം അത് ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇനി മാനേജറിയൽ എക്കണോമിക്സ് എക്സ്റ്റെൻഡ്, അതൊരു ജനറൽ എസ്സേ ആണ്. മാനേജറിയൽ എക്കണോമിക്സ് എക്സ്റ്റെൻഡ് ടു സർട്ടൻ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി വിച്ച് ആർ ക്യാരിഡ് ഔട്ട് ബൈ ബിസിനസ് ഓർഗനൈസേഷൻസ്. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് ഇൻ റിലേഷൻ ടു ബിസിനസ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ് മാനേജറിയൽ എക്കണോമിക്സും ബിസിനസ് ആക്ടിവിറ്റീസും. അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒരു ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിട്ട് ഓൺ സെൻറ്റൻസിൽ എഴുതാവുന്ന ഒരു എസ്സേ ആണ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിക്കും. പിന്നെ മാനേജറിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എസ്സേക്ക് വരാറുണ്ട്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അത് മാർക്കറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ആക്ച്വലി നിങ്ങളുടെ സിലബസിൽ മാർക്കറ്റ് കണ്ടീഷൻസിനെ പറ്റിയിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിലും മാർക്കറ്റ് കണ്ടീഷൻസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. മാർക്കറ്റ് കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. മാർക്കറ്റിനെ പെർഫെക്റ്റ് മാർക്കറ്റ് എന്നും ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് മാർക്കറ്റിനകത്ത് വരുന്നതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജനസ് പ്രോഡക്ട്സ്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്, പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എസ്സേയിൽ എഴുതേണ്ടി വരും. ഇനി മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, അതിൻ്റെ സ്കോപ്പും നേച്ചറും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഡിഫൈൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമ്മുടെ ചാനലിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ പറ്റിയിട്ട് അറിയണം എന്നുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. വോട്ട് ഈസ് ഇറ്റ്സ് യൂസ് ഇൻ ബിസിനസ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ തുടക്കത്തിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. എസ്സേ ആയിട്ടൊക്കെ നന്നായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ നിങ്ങൾ എവിടെ തുടങ്ങണം? അത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എഴുതാൻ വേണ്ടി നിങ്ങൾ തുടങ്ങേണ്ടത് യൂട്ടിലിറ്റിയിൽ വേണം തുടങ്ങാൻ. എന്താണ് യൂട്ടിലിറ്റി? എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? പിന്നെ എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ആൽഫ്രഡ് മാർഷലാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്ന ആൾ. അപ്പം നമ്മൾ അതിനൊരു ഗ്രാഫൊക്കെ ഉണ്ട്. അപ്പം ഗ്രാഫ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഗ്രാഫ് വരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഗ്രാഫ് കാണിക്കുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്ബുക്കിനകത്തൊക്കെ നിങ്ങൾ ചിലപ്പോൾ വരച്ച് പഠിച്ചിട്ടുള്ളതായിരിക്കും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കാര്യം. ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ആ ഒരു ഗ്രാഫിനകത്ത് കാണുന്നത്. യൂണിറ്റ് കൺസ്യൂംഡും മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയുമാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് when a person consumes more and more units of the same commodity simultaneously, the satisfaction derived from the additional unit of that product will be diminishing. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ വീണ്ടും ഒരു പരിധിയില്ലാതെ സെയിം പ്രോഡക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആ ആളിന് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി ഡിമിനിഷിങ്. ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഗ്രാഫ് വരച്ച് തന്നെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ആദ്യം അത് ഇൻക്രീസ് ചെയ്യും, പിന്നെ അത് മാക്സിമം പോയിന്റിലെത്തും, പിന്നെ അത് ഡിമിനിഷ് ചെയ്യും.
മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിമിനിഷ് ചെയ്യും, സീറോയിലെത്തും, പിന്നെ നെഗറ്റീവിലാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഡിമിനിഷ് ചെയ്യത്തേ ഉള്ളൂ, മാർജിനൽ യൂട്ടിലിറ്റി സീറോയിലെത്തുകയും അത് നെഗറ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി ഒരിക്കലും സീറോയിലെത്തത്തില്ല, മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആവുകയും നെഗറ്റീവ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് മാക്സിമം പോയിന്റിൽ എത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി സീറോയിലെത്തും. ടോട്ടൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുകയും ചെയ്യും. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുന്ന പോയിന്റിലാണ് എന്താണ് ഇപ്പം വേണ്ട, ആ പ്രോഡക്റ്റ് വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും കൂടി അതിനകത്ത് എഴുതേണ്ടി വരും. കണ്ടിന്യൂസ് കൺസംഷൻ ആണ്, ഹോമോജനസ് പ്രോഡക്റ്റ് ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നത്, കൺസ്യൂമർ റാഷണൽ ആയിരിക്കണം, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കസ്റ്റമേഴ്സ്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ അതിൻ്റെ അസംഷൻസും കൂടി എഴുതുക. അപ്പോൾ അതൊരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എസ്സെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്, വാട്ട് ആർ ദ കണ്ടീഷൻസ് നെസസറി ഫോർ എഫക്റ്റീവ് പ്രൈസ് ലീഡർഷിപ്പ്. അപ്പോൾ പ്രൈസിങ്ങിൽ നിന്ന് നമ്മൾ 3 എസ്സേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് എസ്സെയാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. പ്രൊഡക്ഷനകത്ത് വരുന്നതാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്ന ഒരു എസ്സേ. അത് 3 സ്റ്റേജുകളിലായിട്ടാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ വരുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ്. പ്രൊഡക്ഷനകത്ത് വരുന്നതാണ് ഇത്. ദെൻ അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലിൽ മാർജിനൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പറയുന്നത്. അത് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ വരുമ്പോഴത്തേക്ക് 1% ചേഞ്ച് ഇൻ ഇൻപുട്ട് ലീഡ്സ് ടു എ ഹ്യൂജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതായത് മോർ ദാൻ 1% ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വരും. അവിടെ എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. പിന്നെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. അവിടെ അപ്പോൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലായിരിക്കും വരുന്നത്. പിന്നെ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിലിൽ മാർജിനൽ പ്രോഡക്റ്റ് ലെസ് ദാൻ ആവറേജ് പ്രോഡക്റ്റ് ആയിരിക്കും. സോ ദെയർ ഈസ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. അതും ഗ്രാഫ് വരച്ചാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന ഒരു എസ്സേ ഞാൻ പറഞ്ഞിരുന്നു. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ 3ാമത്തെ ക്വസ്റ്റ്യൻ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ടെന്ന്. അത് ടോട്ടൽ പ്രോഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത്. അത് ഈ പറഞ്ഞതിനൊക്കെ 3 സ്റ്റേജുകളിലായിട്ടാണ് വരുന്നത്. ടോട്ടൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് കൈൻഡ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഡെൽഫി മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെത്തേഡുകളുണ്ട്. അത് ബിസിനസ് സൈക്കിൾസ് 5ാമത്തെ മൊഡ്യൂളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 സ്റ്റേജസ്, അതായത് ബൂം, റെസഷൻ, ഡിപ്രഷൻ, റിക്കവറി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജസ്, അത് സ്റ്റേജസിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എസ്സേക്ക് ചോദിക്കുന്നതാണ്. പിന്നെ പ്രൈസ് ലീഡർഷിപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ലീഡർഷിപ്പിനെ പറ്റിയിട്ട് ചോദിക്കും. പിന്നെ റിട്ടേൺസ് ടു സ്കെയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറേ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. ഓഫ് കോഴ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. പിന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, വീണ്ടും ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു എസ്സേ, എങ്ങനെയാണ് അത് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള ചോദ്യവും ഉണ്ടാവും. ദെൻ എന്താണ് മൊണോപ്പൊളി? 1 സിംഗിൾ സെല്ലർ മാത്രമുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് മൊണോപ്പൊളി. അപ്പം മൊണോപ്പൊളിയിലെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും അതിൻ്റെ അസംഷൻസും ലിമിറ്റേഷൻസും എഴുതാനും ദ ഒബ്ജക്റ്റീവ്സും സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എഴുതാനും ഒക്കെ എസ്സേക്ക് ചോദിക്കാറുണ്ട്. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.